വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് ജെറുസലേമിലെ വിശുദ്ധ ആൽബർട്ട് മെത്രാന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്നു. 1149 ഇറ്റലിയിലെ പാർമയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ ഭക്തി അഭ്യാസത്തിലും ആത്മീയതയിലും വളരെ സമർത്ഥനായിരുന്നു. മൊർത്തോബയിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു വൈദികനായി. മൊർത്തോബയിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു സന്യാസ സഭയുടെ പ്രിയോർ ജനറലായിരിക്കെ അദ്ദേഹം ബോബിയോ മെത്രാനായി നിയമിക്കപ്പെട്ടു. പിന്നീട് വേർസെല്ലി മെത്രാനായി. 1205 ഇന്നസെന്റ് തൃതീയൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ജെറുസലേം പാത്രിയാർക്കീസായി നിയമിച്ചത്. വിശുദ്ധ നാടുകൾ തിരികെ പിടിക്കുന്നതിനു വേണ്ടിയുള്ള കുരിശുയുദ്ധങ്ങൾക്കു ശേഷം മുസ്ലിങ്ങളിൽ നിന്നും പീഡനങ്ങളും രക്തസാക്ഷിത്വങ്ങളും നടക്കുന്ന സമയമായിരുന്നു അത്. തന്റെ വിശുദ്ധിയും ബുദ്ധിവൈഭവവും നയചാതുര്യവും മൂലം അദ്ദേഹം മുസ്ലിങ്ങളുടെ പ്രീതിക്ക് കാരണഭൂതനായി. ജെറുസലേമിലെ മുസ്ലിം സാന്നിധ്യം മൂലം തുറമുഖ നഗരമായ അക്രെ, അതായത് ഇന്നത്തെ ഹൈഫ എന്ന സ്ഥലം, അദ്ദേഹം തന്റെ ആസ്ഥാനമാക്കി. അക്രയോട് ചേർന്നുള്ള മലനിരയാണ് കാർമൽ. അക്കാലത്ത് കാർമൽ മലയിൽ താമസിച്ചിരുന്ന ഫ്രാങ്കിഷ് സന്യാസികളുടെ സുപ്പീരിയർ വിശുദ്ധ ബ്രൊക്കാർഡായിരുന്നു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കർമ്മലീത്ത സഭയുടെ നിയമാവലി പാത്രിയാർക്കീസ് ആൽബർട്ട് എഴുതിയുണ്ടാക്കി. കർശനമായ ഉപവാസവും മാംസവർജനവും നിശബ്ദതയും ഏകാന്തതയും വിശുദ്ധ ഗ്രന്ഥ പാരായണവും പാത്രിയാർക്കീസ് ആൽബർട്ട് നിഷ്കർഷിച്ചു. പ്രസ്തുത നിയമാവലിയുടെ നിയന്ത്രണത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കർമ്മലീത്ത സഭ വളർന്നുവന്നത്. നിയമജ്ഞനായ പാത്രിയാർക്കീസ് കുറ്റക്കാരെ അപ്പപ്പോൾ ശാസിച്ചിരുന്നു. അങ്ങനെ ശാസിച്ച ഒരുവനുണ്ടായ രോഷം മൂലം അദ്ദേഹത്തെ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം നിഷ്കരുണം വധിച്ചു. 1215 അദ്ദേഹം രക്തസാക്ഷിയാവുകയും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. ഒരുവന്റെ കഷ്ടതകൾക്കും സഹനത്തിനും പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന സമ്മാനം സ്വർഗത്തിൽ ലഭിക്കുമെന്ന വിശ്വാസം വിശുദ്ധ പാത്രിയാർക്കീസ് ആൽബർട്ടിന്റെ എല്ലാ പ്രവൃത്തികളിലും പ്രകടമായിട്ടുള്ള ഒന്നാണ്. ആ വിശുദ്ധന്റെ ധീരമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സഹനം വഴിയായി മരണത്തിന്മേൽ വിജയം നേടിയ മിശിഹാനാഥ, പരമാരാധ്യൻ രാജമഹേശ, രക്ഷകനായി നീ രാജിക്കുന്നു. ഞങ്ങളിൽ നിന്നും പീഡകളഖിലം നീക്കി നിതാന്തം, ഞങ്ങൾ മേവും ദേശത്തിങ്ങും കൃപയും ശാന്തിയും ഏകിടണമേ. വിധി ദിവസത്തിൽ നിൻ വെളിപ്പാടിൽ ജീവൻ നിന്നിൽ
വംശത്തിനായി നൽകിയ നിൻ കൃപ ഓർത്തിവരെന്നും ഓശാനകളാൽ നിൻ തിരുനാമം നിതരാം വാഴ്ത്തി പാടിടട്ടെ. നിൻ കാരുണ്യത്താൽ മർത്യകടങ്ങൾ നീയൊഴിവാക്കി തിരുനാമസ്തുതി പാടി നിതാന്തം നിന്ദാനത്തിനു നന്ദിയടയ്ക്കാം. നിന്നോടെ കൃപയാൽ സകലേശാനിൻ ദൈവത്വത്തിൻ സ്തുതി പാടിടാൻ മർത്യർ ഞങ്ങൾക്കഖിലർക്കും നീ യോഗ്യതയേകാൻ കനിവാകണമേ. കർത്താവാം നിൻ മഹിതമഹത്വം നിതരാമെന്നും വാഴ്ത്തിടാനും